ഹായ് ഓൾ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, സ്ക്രീൻ വിസിബിൾ ആണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ജോയിൻ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ അല്ലെ? ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലാത്ത ബാക്കി ആളുകളെല്ലാം ആപ്പ് വഴി തന്നെയാണ് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഞാനത് ലിങ്ക് അവിടെ ഷെയർ ചെയ്യാത്തത് ഇതുകൊണ്ടാണ്. മാക്സിമം എല്ലാവരും ആപ്പ് വഴി തന്നെ ജോയിൻ ചെയ്യാനും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻസ് നോക്കും ആൻഡ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാണ് ചെയ്യാറ്. പക്ഷെ അതിനു മുൻപ് നമ്മളൊരു കോട്ട് നോക്കാറുണ്ട്. എന്നത്തെയും പോലെ ഇന്നത്തെ കോട്ട് എന്ന് പറയുന്നത് ദ എക്സ്പേർട്ട് ഇൻ എനിത്തിങ് വാസ് വൺസ് എ ബിഗിനർ. അപ്പൊ നിങ്ങൾ വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഗ്രേറ്റ് ഫിഗേഴ്സ് എല്ലാം അവർ വൺസ് ദേ വർ എ ബിഗിനർ. അപ്പൊ നമ്മളും ഇപ്പൊ ആ ബിഗിനർ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കാൻ നമുക്കും ഒരു എക്സ്പേർട്ട് ആവാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു കോട്ട് ഷെയർ ചെയ്യുന്നത്. ഓൺ ദാറ്റ് നോട്ട്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് പറയാണ്. ബിക്കോസ് ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ സോഫാർ നമ്മൾ യൂണിറ്റ് 9 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് ഫ്രം 2025 ടിൽ 2019 ജൂൺ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് സൈക്കോളജി ആൻഡ് ഇന്റർവെൻഷൻസ് വരുന്ന ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ഈ യൂണിറ്റ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ജൂൺ ടേമിലെ എക്സാം നോക്കിയ സമയത്ത് മെജോറിറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് ഓൾ ദ 10 യൂണിറ്റ്സ് ഈ യൂണിറ്റ് ആണ്, 9ാമത്തെ യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ടോപ്പിക് വൈസ് ആണ് നോക്കിയിരുന്നത്. ഡെവലപ്മെന്റ് സൈക്കോളജി ഒരു ടോപ്പിക്കും ഇന്റർവെൻഷൻ എന്ന് പറയുന്ന സൈക്കോതെറാപ്പി എല്ലാം വരുന്ന ഈ ഒരു ടോപ്പിക് സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കിയിരുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് സൈക്കോളജി ആണ് നമ്മൾ ഇതിനു മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇയർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഫ്രം 25 ബാക്കിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് നോക്കി ആൻഡ് അതിനുശേഷം നമ്മളൊരു ക്വിക്ക് റിവിഷനും കൂടെ ചെയ്തു. എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്മെന്റ് സൈക്കോളജിയിലുണ്ടോ അതെല്ലാം ഓർഡറിൽ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അതിലൂടെ നമുക്ക് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നും കോൺസെപ്റ്റ്സ് റിപ്പീറ്റഡ് ആകുന്നുണ്ടെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ പാറ്റേൺ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് വന്നത്. അവിടെ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് 2024 ഓഗസ്റ്റിലാണ്. ക്യാൻസൽഡ് എക്സാം കഴിഞ്ഞിട്ട് നടന്നിട്ടുള്ള എക്സാം ആണ് 2024 ഓഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം വിത്ത് ദാറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കും, നിങ്ങൾ നോക്കുക, ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് ആൻസേഴ്സ് പറയാം, ചാറ്റ് ബോക്സിൽ പറയാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അതിൽ ലിസ്റ്റ് 1 എന്ന് പറയുന്നത് ജസ്റ്റോൾഡ് തെറപ്പി, റിയാലിറ്റി തെറപ്പി, എക്സിസ്റ്റൻഷ്യലിസം ആൻഡ് സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറപ്പി. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് 5 യൂണിവേഴ്സൽ ഹ്യൂമൻ നീഡ്സ്, യു ആർ ദ ആർക്കിടെക്ട് ഓഫ് യുവർ ലൈഫ്, എംപ്റ്റി ചെയർ ടെക്നീക്, സ്റ്റീവ് ഡി ഷാസർ ആൻഡ് ഇൻസു കിംബർഗ്. എല്ലാവരും ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാവും, പക്ഷെ നമ്മൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ തെറപ്പി ഫോംസും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആൻസർ എന്താണ്. ഓക്കെ, മെജോറിറ്റി ആളുകളും കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ തെറപ്പി ഫോംസും നോക്കാം. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ജസ്റ്റോൾഡ് തെറപ്പിയാണ്. അപ്പൊ ജസ്റ്റോൾഡ് തെറപ്പി എന്ന് പറയുന്നത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റോൾഡ് കോൺസെപ്റ്റ്സിനെ പറ്റി പെർസെപ്ഷൻ ടോപ്പിക്കിൽ വായിച്ചിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ജസ്റ്റോൾഡ് തെറപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഹിയർ ആൻഡ് നൗ എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ആ ഒരു തെറപ്പി എടുക്കുന്ന സമയത്ത് ആ ക്ലയന്റിന്റെ പ്രസന്റ് മൊമെന്റിലായിരിക്കും. ഇപ്പൊ അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോട്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ഫോക്കസ്. അപ്പൊ ഹിയർ ആൻഡ് നൗ ആണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ.
പിന്നെ വരുന്നത് ഹോളിസം ഓർ ഇന്റഗ്രേഷൻ. ജസ്റ്റോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഹോൾ ആയിട്ടാണ് നമ്മൾ അതിനെ എല്ലാം കാണാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ ആ ഫിഗർ പ്ലസ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ എപ്പോഴും ജസ്റ്റോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ വരുന്നത്. സോ തെറപ്പി ഫോമിൽ വരുന്ന സമയത്തും നമ്മൾ ഹോളിസം ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് അവരുടെ തോട്ട്സിനെയും ഫീലിങ്സിനെയും ആക്ഷൻസിനെയും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ തെറപ്പി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഫീൽഡ് തിയറിയാണ്. ഫീൽഡ് തിയറി എന്ന് പറയുന്നത് അഗൈൻ ജസ്റ്റോൾട്ടുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. നമ്മൾ ഒരു പേഴ്സണിനെ കാണുന്ന സമയത്ത് അയാളെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കില്ല കാണുന്നുണ്ടാവുക. അയാളെ അയാളുടെ എൻവയൺമെന്റിൽ പ്ലേസ് ചെയ്തിട്ട് അതിനെയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയാളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. സോ ഫീൽഡ് തിയറി ഇവിടെ ഒരു പ്രിൻസിപ്പിൾ ആണ്. പിന്നെ വരുന്നത് ഫിനോമെനോളജി. അതായത് നമ്മൾ അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് എക്സിസ്റ്റൻഷ്യലിസം. അതായത് അവരുടെ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി, അവരുടെ സെൽഫ് അവെയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. ദാറ്റ് ഇസ് അനദർ ഫോക്കസ്. പിന്നെ നമ്മൾ തെറപ്പി മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും തെറപ്പിസ്റ്റും ക്ലയന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡയലോഗിക് റിലേഷൻഷിപ്പാണ്, ഒരു ഡയലോഗിക് പ്രോസസ്സാണ്. അവർ തമ്മിൽ സംസാരിക്കുന്ന പോലെയാണ്. ഇറ്റ്സ് നോട്ട് തെറപ്പിസ്റ്റ് ഇരുന്ന് പറയുന്നു ക്ലയന്റ് കേൾക്കുന്നു, അങ്ങനെയല്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഡയലോഗാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞ പോലെ തന്നെ വാട്ട് ആൻഡ് ഹൗ എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് എന്താണ് ആ വ്യക്തി അവിടെ ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് അവരത് ചെയ്യുന്നത്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് അവെയർനെസ് ആണ്. അവരുടെ എക്സ്റ്റേണൽ ആയിട്ട് അവർ കാണിക്കുന്ന കാര്യങ്ങളെയും അവരെ ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ്സുകളെയും കണക്ട് ചെയ്യുക, അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഒരു സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 8 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു പ്രിൻസിപ്പിൾസ് ലിസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ജസ്റ്റോൾട്ട് ഫോളോ ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിയർ ആൻഡ് നൗ, പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. ഹോളിസം ഓർ ഇന്റഗ്രേഷൻ, അതായത് ആ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ എല്ലാ ആസ്പെക്ട്സിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഫീൽഡ് തിയറി, ആ വ്യക്തി പ്ലസ് അയാളുടെ എൻവയൺമെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫിനോമിനോളജി എന്ന് പറയുന്നത് അയാളുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. അയാൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്തു, ഒരു ചെറിയ കാര്യമാണെങ്കിലും അയാൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്, അയാൾക്ക് എന്തുമാത്രം അത് ഹേർട്ട്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വരുന്നത് എക്സിസ്റ്റൻഷ്യലിസം, ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ സെൽഫ് അവെയർനെസ്സിനുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഡയലോഗിക് പ്രോസസ്സിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വാട്ട് ആൻഡ് ഹൗ, എന്താണ് ആ വ്യക്തി ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയൊക്കെയാണ് അയാൾ അത് ചെയ്യുന്നത് എന്നുള്ള 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവരിൽ നമ്മൾ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാക്കി കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ജസ്റ്റോൾട്ട് തെറപ്പിയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീക്സ് ആണ്. ഇതും അഗൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആദ്യത്തേത് ടോപ്പ് ഡോഗ് വേഴ്സസ് അണ്ടർ ഡോഗ്. അപ്പൊ ഈ ടോപ്പ് ഡോഗ് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഉള്ള നമ്മുടെ ഒരു പാർട്ടാണ്. അണ്ടർ ഡോഗ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒരു പാർട്ടാണ്. അപ്പൊ ടോപ്പ് ഡോഗ് എന്ന് പറയുന്നത് വളരെ കൺട്രോളിങ് ആയിട്ടുള്ള, വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അണ്ടർ ഡോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വളരെ സബ്മിസീവ് ആൻഡ് പാസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പൊ ഈ ഒരു ക്ലയന്റ് വളരെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ക്ലയന്റിന് 2 ചെയർസ് എടുത്തിട്ട് അതിൽ ഒരു ചെയറിൽ അവർ ഇരുത്തും. എന്നിട്ട് ഇവരുടെ ടോപ്പ് ഡോഗ് ആണ് സംസാരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിന് അവർ വളരെ ക്രിട്ടിക്കലായിട്ട് പറയുന്നു, ഭയങ്കര മടിയനാണ് നീ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കും. ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയെ ഇപ്പുറത്തെ ചെയറിലേക്ക് ഇരുത്തും. അണ്ടർ ഡോഗ് ആണ് പിന്നെ സംസാരിക്കുന്നത്. അപ്പൊ അയാൾ കുറച്ചും കൂടെ സബ്മിസീവ് ആണ്, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പൊ അയാൾ പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ ഫുഗീവിങ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ ഇവർ രണ്ടുപേരും സംസാരിച്ച് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഈ ടോപ്പ് ഡോഗും അണ്ടർ ഡോഗും ഈ സെയിം വ്യക്തി തന്നെ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ആ ഒരു കോൺവെർസേഷൻ, ഒരു റോൾ പ്ലേ പോലെയാണത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് എംപ്റ്റി ചെയർ ടെക്നിക്. ഇത് അഗൈൻ ഓപ്പോസിറ്റ് ഒരു ചെയർ ഉണ്ടാവും, പക്ഷെ അത് എംപ്റ്റി ആയിരിക്കും. ആൻഡ് അവിടെ ഇവർക്ക് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സെൽഫ്, ഒരു പാർട്ടായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ
ഒരു അച്ഛനോട് പല കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ആളാണെങ്കിൽ അവിടെ ആ അച്ഛൻ ഇരിക്കുന്നതായിട്ടായിരിക്കും ഇമാജിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും വിഷമവും ഒക്കെ ആ അച്ഛനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു റോൾ സ്വിച്ചിങ് ആണ് നടക്കുന്നുണ്ടാവുക. ആൻഡ് അഗൈൻ ഇവിടെയും ആ വ്യക്തി പോയിട്ട് അച്ഛന്റെ സീറ്റിൽ ഇരുന്ന് അച്ഛൻ എന്താണോ പറയാൻ പോകുന്നത് ആ കാര്യങ്ങൾ ഇയാളോട് പറയും. ആൻഡ് അതിന് ഇയാൾ തന്നെ റെസ്പോണ്ട് ചെയ്യും. അതാണ് എം ടി ചെയർ ടെക്നിക്ക്. പിന്നെ വരുന്നത് ഹോട്ട് സീറ്റ് ടെക്നിക്കാണ്. ഇത് ആക്ച്വലി നമ്മളൊരു ജസ്റ്റോൾ തെറപ്പി തന്നെ ഒരു ഗ്രൂപ്പ് സെറ്റിംഗിൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ ഇവിടെ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു വ്യക്തി പോയിട്ട് ആ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നു. എന്നിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുന്ന വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കും. അതാണ് ഹോട്ട് സീറ്റ് ടെക്നിക്ക്. അത് ഗ്രൂപ്പിൽ മാത്രം വരുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. പിന്നെ വരുന്നത് ഡ്രീം വർക്ക്. നമുക്ക് ജസ്റ്റോൾ തെറപ്പിയിലും ഡ്രീം വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ ഡ്രീംസിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, എന്തൊക്കെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നമുക്കുണ്ടോ അതൊക്കെ എക്സ്പ്രസ്ഡ് ആവുന്നത് ഡ്രീമിലാണെന്നാണ് ഇവർ പറയുന്നത്. അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞല്ലോ, എം ടി ചെയർ ടെക്നിക്കിൽ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ അവർക്ക് അവരുടെ പേരൻസ് ആയിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ടോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്രീംസിൽ റിഫ്ലക്റ്റഡ് ആവും. അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ് പറയുന്നില്ലേ. അപ്പൊ അതും കൂടെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം ജസ്റ്റോൾ തെറപ്പിയിൽ വരുന്ന ഒരു ടെക്നീക്കാണ്. പിന്നെ വരുന്നത് ഐ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക എന്നുള്ളതാണ്. അതായത് അവരെന്ത് പറയുന്ന സമയത്തും ഐ എം ആംഗ്രി, ഐ എം സാഡ് എന്നുള്ള കുറെ കാര്യങ്ങൾ ഐ വെച്ചിട്ട് തുടങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അവര് തന്നെ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഇമോഷൻ ഞാൻ ഓൺ ചെയ്യണം എന്ന് വിചാരിക്കാണ്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് അവരെന്നെ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവരിങ്ങനെ ആക്കി എന്നുള്ള രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ അത് കുറച്ചും കൂടെ ഐ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇമോഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ അവരെ ആ എക്സ്പീരിയൻസസിനെ ഓൺ ചെയ്യാനാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഐ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരാൻ. പിന്നെ വരുന്നത് ബോഡി അവയർനെസ് ആണ്. അപ്പോൾ ഇപ്പൊ ചില ക്ലയൻസ് വന്നിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ വല്ലാണ്ട് കൈയിട്ട് ടാപ്പ് ചെയ്യും, അല്ലെങ്കിൽ കാലിട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ ആണ് അവിടെ അത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്ലയന്റ് ഇരിക്കുമ്പോൾ തന്നെ അവരോട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ടാപ്പിംഗ് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അതിനെ അവർക്ക് ആ ഒരു ബോഡി അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതും ജസ്റ്റോൾ തെറപ്പിയിലെ ഒരു ടെക്നീക്കാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 7 ടെക്നീക്സ് ആണുള്ളത്. ഒന്നും കൂടെ ജസ്റ്റ് പറഞ്ഞു പോവാം. എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളതോ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ ചാറ്റ് ബോക്സിൽ. അപ്പൊ ടെക്നീക്സ് വരുന്നത് നമുക്ക് ടോപ്പ് ഡോഗ് വേഴ്സസ് അണ്ടർ ഡോഗ് തമ്മിലുള്ള ഒരു റോൾ പ്ലേ ആണ്. പിന്നെ എം ടി ചെയർ ടെക്നീക്ക് ഉണ്ട്. അത് നമ്മളൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പാർട്ടായിട്ടായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടായിട്ടായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഹോട്ട് സീറ്റ് ടെക്നിക്കാണ്. ഇത് ഗ്രൂപ്പിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. പിന്നെ ഡ്രീം വർക്ക് ഉണ്ട്, ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അവര് മറ്റുള്ളവരിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഇമോഷൻസിനെയും കാര്യങ്ങളെയും ഒക്കെ ഓൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. പിന്നെ വരുന്നത് ബോഡി അവയർനെസ്. അവർ ബോഡിയിൽ ചെയ്യുന്ന എന്തെങ്കിലും ടെൻഷൻ പോലെയുള്ള മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് അവരെ നോട്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ബോഡി അവയർനെസ്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആറല്ലേ, 7 ഉള്ളത്. ചിലപ്പോൾ ഈ ഒരു ഹോട്ട് സീറ്റ് ടെക്നീക്ക് നമ്മൾ അങ്ങനെ പറയാറില്ല, കാരണം അത് ഗ്രൂപ്പ് തെറപ്പിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് 6 എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി നോക്കുന്നത് ഡിഫെൻസ് മെക്കാനിസംസ് ആണ്. ഇപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്, പിന്നെ നോക്കിയത് ടെക്നീക്സ് ആണ്. ഇനി നോക്കുന്നത് ഡിഫെൻസ് മെക്കാനിസംസ് ആണ്. ഇതും അഗൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം നോക്കുന്നത് കോൺഫ്ലുവൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളും മറ്റുള്ളവരും തമ്മിൽ ഒരു ബൗണ്ടറി ഇല്ലാത്തതിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയും. അപ്പോൾ പേരൻസ് ആവാം, പാർട്ട്നേഴ്സ് ആവാം, അവരെന്താണോ ചെയ്യുന്നത്, അവരെന്താണോ ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം, അത് തന്നെയാണ് ഞാനും ചെയ്യാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് തന്നെയാണ് ഞാനും കഴിക്കുന്നത് എന്നുള്ള ആ ഒരു ബൗണ്ടറി ഇല്ലാതിരിക്കുക. എപ്പോഴും ഞാൻ എന്നുള്ളത് മാറി ഞങ്ങൾ, നമ്മൾ എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ഇല്ലായ്മ ഉണ്ടാവാം. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, someone constantly agrees with friends or partners saying we think instead of I think. അപ്പൊ അവിടെ
നമ്മളിതാ വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവര് കോമൺ ആയിട്ടായിരിക്കും ഈ വ്യക്തിയെയും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ ആ വ്യക്തിക്ക് അത് ഓക്കെ ആയിരിക്കും. അയാള് ഞാൻ എന്നുള്ള ഒരു സാധനം ഒരിക്കലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ ഒരു ഞാൻ ഇയാൾ എന്നുള്ള ഒരു ബൗണ്ടറി അവർക്ക് ഉണ്ടാവില്ല. അതിനെയാണ് കോൺഫ്ലുവൻസ് പറയുന്നത്. പിന്നെ വരുന്നത് ഡിഫ്ലക്ഷൻ. 6 പറഞ്ഞത്? ഓക്കെ, നോക്കട്ടെ. യെസ്, താങ്ക് യു കേട്ടോ. 4 കഴിഞ്ഞിട്ട് 5 ഇല്ലായിരുന്നു. യെസ്, 6 താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഡിഫൻസ് മെക്കാനിസത്തിൽ കോൺഫ്ലുവൻസ് ആണ് നോക്കിയത്. പിന്നെ വരുന്നത് ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നൈസായിട്ടൊന്ന് സ്കൂട്ടായി പോകും അല്ലെ. അതിന് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പൊ ചില സമയത്ത് ക്ലയന്റ് തെറപ്പിസ്റ്റിന്റെ അടുത്ത് വരുന്ന സമയത്ത് എന്തെങ്കിലും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യും, അതെന്തെങ്കിലും ഒരു ചെറിയ തമാശ രൂപത്തിലാക്കിയിട്ട് ചിരിച്ചിട്ട് അതിന് നൈസായിട്ട് ഒഴിവാക്കും. ഒരുപാട് അവർ അത് ചെയ്യുന്നത്, അത് ഒരുപാട് ഡെപ്തിലേക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് സീരിയസ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അത് അവർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും, വിഷമം വന്നേക്കാം, കരഞ്ഞേക്കാം എന്നൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഇതുപോലെ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ഇൻട്രോജെക്ഷൻ ആണ്. ഇൻട്രോജെക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ബിലീഫ്സിനെ എല്ലാം നമ്മൾ ഒട്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഇൻട്രോജെക്ഷൻ. പ്രത്യേകിച്ച് പേരൻസിന്റെ ഇതുപോലെയുള്ള ബിലീഫ്സിനെ ആയിരിക്കും കുട്ടികൾ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം അത് അവർ വളരെ ഏർലി സ്റ്റേജസിലെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ ദിവസം പറയുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം കുട്ടി അത് തന്നെ പറയാൻ തുടങ്ങുകയാണ്. കാരണം ആ ബിലീഫ് അവരിൽ ഇൻട്രോജക്റ്റഡ് ആയിരിക്കുകയാണെന്നുള്ളതാണ്, അവരത് ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ, ചൈൽഡ് ഒബേസ് പാരന്റൽ റൂൾസ് ലൈക്ക് ഡോണ്ട് ക്രൈ ഓർ വർക്ക് ഹാർഡ് വിത്തൗട്ട് എവർ ക്വസ്റ്റ്യനിങ് ഇഫ് ദേ ഫിറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പൊ ഇവിടെ ആ കുട്ടി അമ്മ പറയുന്നത് കേൾക്കുന്നത് ഡോണ്ട് ക്രൈ എന്നുള്ളതാണ്. അപ്പൊ ആ കുട്ടിയും ആ ബിലീഫ് ഏറ്റെടുക്കുകയാണ് ആൻഡ് അത് ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. കരയാൻ പാടില്ല, അല്ലെങ്കിൽ എപ്പോഴും ഹാർഡായിട്ട് വർക്ക് ചെയ്യണം, ഒരിക്കലും റെസ്റ്റ് എടുക്കാൻ പാടില്ല എന്നുള്ള ബിലീഫ്സ് എല്ലാം അവിടെ ഇന്റേണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, അതെന്താ എനിക്ക് കരഞ്ഞാൽ എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് അവിടെ ഉണ്ടാവില്ല. അതാണ് ഇൻട്രോജക്ഷൻ. പിന്നെ വരുന്നത് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫീലിങ്സിനെ വേറൊരാളെ അട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ കേട്ടിട്ടുള്ള ഡിഫൻസ് ആണല്ലോ. അപ്പൊ നമുക്കൊരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾക്ക് എന്നോട് ദേഷ്യമാണ്, അയാൾ എന്നോട് മിണ്ടാറില്ല. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സ് ആയിരിക്കും, പക്ഷെ അത് ആ വ്യക്തിക്കാണ് ഉള്ളത് എന്ന് പറയുന്നതിനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, എ പേഴ്സൺ ഹു ഫീൽസ് ആംഗ്രി ബട്ട് ഡിനൈസ് ഇറ്റ് മേ സേ വൈ ആർ യു ആംഗ്രി വിത്ത് മീ. അപ്പൊ അവിടെ ഈ വ്യക്തിക്കാണ് ദേഷ്യം, പക്ഷെ അയാൾക്കാണ് എന്നോട് ദേഷ്യം എന്നുള്ള ഒരു സാധനമാണ്. പിന്നെ വരുന്നത് റിട്രോഫ്ലെക്ഷൻ. റിട്രോഫ്ലെക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ആക്ഷൻ എടുക്കണം, അത് വേറൊരു വ്യക്തിയോടായിരിക്കും കേട്ടോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളിലേക്ക് തന്നെ തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത് നമ്മളിൽ തന്നെ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും രീതിയിൽ ഹാം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ആങ്കർ നമ്മളോട് തന്നെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ആങ്കർ ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കൈൻഡ് ഓഫ് ടെൻഷൻ ഉണ്ടാവാം, നമ്മൾ ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യാം, ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ആയിരിക്കും ഹേർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് റിട്രോഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 5 ഡിഫൻസ് മെക്കാനിസംസ് ആണുള്ളത്. കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മളും വേറൊരു വ്യക്തിയും തമ്മിൽ ബൗണ്ടറീസ് ഇല്ലാതിരിക്കുക. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ലാണ്ട് മറ്റുള്ളവരുടെ ബിലീഫ്സിനെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യുക. പിന്നെ വരുന്നത് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ മറ്റുള്ളവരുടേതായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ വരുന്നത് റെട്രോഫ്ലെക്ഷൻ ആണ്. അത് നമുക്ക് തോന്നുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻവേർഡ് ആക്കുക, അതായത് നമ്മളോട് തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇസബെല്ല പറഞ്ഞത് എനിക്ക് അത്ര ക്ലിയർ ആയില്ല, എന്താണെന്നൊന്നത് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റോൾഡ് തെറപ്പിയിൽ ഡിസ്കസ് ചെയ്യാനില്ല. ഒന്ന് പെട്ടെന്ന് നോക്കാം കേട്ടോ, മറന്നുപോയതുണ്ടെങ്കിൽ. ജസ്റ്റോൾഡ് തെറപ്പിയിൽ നമുക്ക് 8 ബേസിക് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഹിയർ ആൻഡ് നൗ, ഹോളിസം ഓർ ഇന്റഗ്രേഷൻ, ഫീൽഡ് തിയറി, ഫിനോമെനോളജി, പിന്നെ എക്സിസ്റ്റൻഷ്യലിസം, ഡയലോഗ്, വാട്ട് ആൻഡ് ഹൗ, ഫോസ്റ്ററിംഗ് ഓഫ് സെൽഫ് അവയർനെസ്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നീക്സ് എന്ന് പറയുന്നത് 6 ആണ്.
ടോപ്പ് ഡോഗ് വേഴ്സസ് അണ്ടർ ഡോഗ് ഉണ്ട്, എം ടി ചെയർ ടെക്നീക്ക് ഉണ്ട്, ഹോട്ട് സീറ്റ് ടെക്നീക്ക് ഉണ്ട്, ഡ്രീം വർക്ക് ഉണ്ട്, ഐ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ബോഡി അവയർനെസ് ഉണ്ട്. ഇത് ഈ 6 ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമുക്ക് ഒരു 5 ഡിഫൻസും ഉണ്ട്. ഈ ഡിഫൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് മാത്സ് ഫോളോയിങ് ആയിട്ട് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺഫ്ലുവൻസ് എന്താണ്, ഡിഫ്ലക്ഷൻ എന്താണ്, ഇൻട്രോജെക്ഷൻ എന്താണ്, പ്രൊജക്ഷൻ ആൻഡ് റിട്രോഫ്ലെക്ഷൻ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത തെറപ്പി ഫോമിലേക്ക് പോവാം. അടുത്തത് സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറപ്പി. നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ അല്ലെ? ആ ഒരു മാത്സ് ഫോളോയിങ്ങിൽ ഇത്രയും ടൈപ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറപ്പി എന്ന് പറയുന്നത് ഒരു റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ സൈക്കോതെറപ്പിയാണ്. അപ്പൊ ഇത് ആ പേരിൽ തന്നെ ഉണ്ട്, ഇവിടെ സൊല്യൂഷനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിനെ പറ്റി സംസാരിക്കുക, അതിരുന്ന് ഇങ്ങനെ പാസ്റ്റിലേക്ക് പോവുക എന്നുള്ളൊരു സാധനമേ ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ ഓക്കെ ഇതാണ് പ്രോബ്ലം, ലെറ്റ്സ് വർക്ക് വിത്ത് ദ സൊല്യൂഷൻ, അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതൊരു ബ്രീഫ് തെറപ്പി ഫോമാണ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു തെറപ്പി ഫോമാണ്. ജസ്റ്റ് ഒരു 5 മുതൽ 8 സെഷൻസ് ആണ് ഇതിലുണ്ടാവുക. വളരെ ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു തെറപ്പി ഫോമാണ്. അപ്പോൾ ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം, പഠിക്കണം. അത് ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാസറും ബർഗും ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. SFBT എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നീക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മിറക്കിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ മിറക്കിൾ ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലയന്റിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം, നിങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, എങ്ങനെയായിരിക്കും നിങ്ങൾ അത് അറിയുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവുക എന്നതാണ് മിറക്കിൾ ക്വസ്റ്റ്യൻ. അപ്പൊ അവർ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു മിറക്കിൾ സംഭവിച്ചു, അങ്ങനെ ആ മിറക്കിൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഡിഫറെന്റ് ആവുക. അപ്പൊ ഇവിടെ ഇതിലൂടെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അവരുടെ ഗോൾസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി, അവരെ കൂടെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിറക്കിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പിന്നെ വരുന്നത് സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ചെയ്യുന്നത്, അവരുടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുമല്ലോ. അവര് ഇപ്പോ ആദ്യത്തെ ദിവസം വന്നു, രണ്ടാമത്തെ സെഷനിൽ അല്ലെങ്കിൽ തേർഡ് സെഷനിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ പ്രോഗ്രസിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾ ആദ്യം വന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പെയിൻ എന്ന് പറയുന്നത് 5 ആണ്, അത് ഇപ്പൊ എന്തുകൊണ്ട് 3 ആയി എന്നുള്ള രീതിയിൽ അവരുടെ പ്രോഗ്രസിനെ നമ്മൾ റേറ്റ് ചെയ്യാനും അതെന്തുകൊണ്ട് ആ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളത് പറയാൻ, ആർട്ടിക്കുലേറ്റ് ചെയ്യാനും കൂടെ എൻകറേജ് ചെയ്യുന്നതിനെയാണ് സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് SFBT ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്നുകൂടെ പറയാം, വളരെ ബ്രീഫ് ആയിട്ടുള്ള, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു തെറപ്പി ഫോം ആണ്. 5 മുതൽ 8 സെഷൻസ് ആണ് ഉണ്ടാവുക. ഷാസർ ആൻഡ് ബർഗ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടെക്നീക്സ് ആണ് മിറക്കിൾ ക്വസ്റ്റ്യനും സ്കെയിലിംഗ് ക്വസ്റ്റ്യൻസും. ഓക്കെ, അടുത്ത തെറപ്പി ഫോം ആണ് നമ്മൾ നോക്കുന്നത്. ഇത് കുറച്ച് ലെങ്തി ആണ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇയേഴ്സിൽ ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവില്ല, കോൺസെപ്റ്റ്സ് ആണ് റിപ്പീറ്റ് ആവുക. അപ്പം റിയാലിറ്റി തെറപ്പി ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വില്യം ഗ്ലാസർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു തെറപ്പി ഫോം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് ചോയ്സ് തിയറി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു തിയറി ഫോമിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോയ്സ് തിയറിയിൽ പറയുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ബിഹേവിയർ എന്ന് പറയുന്നതും നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സിന്റെ ഒരു റിസൾട്ടാണ്. ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു ചോയ്സിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബിഹേവിയർ ഒരു ആക്ഷനിലേക്ക് അത് ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും അവിടെ ഇൻഡിവിജ്വൽ ചോയ്സസ് കാരണമാണ് നമ്മുടെ ബിഹേവിയറിലേക്ക് അത് എത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ചോയ്സസിന് റെസ്പോൺസിബിൾ ആണ്. ആ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻഡിവിജ്വൽസിനാണ് അദ്ദേഹം കൊടുക്കുന്നത്, ചുറ്റുള്ള ആളുകൾക്കോ അവരുടെ എൻവയൺമെന്റിനോ ഒന്നുമല്ല. കംപ്ലീറ്റ്ലി നമ്മളാണ് അതിന് റെസ്പോൺസിബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തൊരു ആസ്പെക്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും നമ്മൾ തന്നെ വിചാരിക്കണം എൻവയൺമെന്റ് അല്ല മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. ചേഞ്ച് മസ്റ്റ് കം ഫ്രം വിത്തിൻ എന്നാണ് ബേസിക്കലി ഈ ഒരു തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് തന്നെയാണ് തെറപ്പിയിലും ഫോളോ ചെയ്യുന്നത്.
ഓക്കെ. അപ്പൊ ഇതിന്റെ അണ്ടറിൽ, ഈ ഒരു തിയറിയുടെ അണ്ടറിൽ ഇദ്ദേഹം 5 ബേസിക് നീഡ്സ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബേസിക് 5 നീഡ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും തെറപ്പിയും പോകുന്നുണ്ടാവുക. ഈ 5 നീഡ്സും മെറ്റാണോ, ഇതിലേതെങ്കിലും നീഡ്സ് ഇവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ തെറപ്പി ഗോളും. ഓക്കെ. അപ്പൊ ഈ 5 നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അതും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ആദ്യം വരുന്നത് ഫ്രീഡം ആണ്. അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒരു ഓട്ടോണമി ഉണ്ടാവുക, അതാണ് ഫ്രീഡം. പിന്നെ വരുന്നത് ഫൺ. അവർക്ക് എന്തൊരു കാര്യം എൻജോയ് ചെയ്യാനും പ്ലഷർ കണ്ടെത്താനും പഠിക്കാനും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാം പറ്റുക എന്നുള്ളതാണ് ഫണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്. അവർക്ക് ഒരു സോഷ്യൽ കണക്ഷൻ ഫീൽ ചെയ്യുക, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്. ആൻഡ് ഇതാണ് ഇദ്ദേഹം പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീഡ്. ബാക്കിയുള്ളതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ് ആണ്. പിന്നെ വരുന്നത് പവർ. പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും നമുക്കൊരു റെക്കഗ്നിഷൻ കിട്ടാനും ആളുകൾ നമ്മളെ അറിയണം, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള നീഡാണ് പവർ. പിന്നെ വരുന്നത് സർവൈവൽ. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് ആണ് സർവൈവലിൽ വരുന്നത്. ഓക്കെ. ഫ്രീഡം, ഫൺ, ലവ് ആൻഡ് ബിലോങ്ങിങ്, പവർ ആൻഡ് സർവൈവൽ. ഇത്രയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്ന, റിയാലിറ്റി തെറപ്പിയിൽ വരുന്ന 5 ബേസിക് നീഡ്സ് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു റിയാലിറ്റി തെറപ്പിയിൽ തന്നെ വുബോൾഡിങ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു WDEP മോഡൽ ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു തെറപ്പി ലീഡ് ചെയ്യേണ്ടത്, ഈ റിയാലിറ്റി തെറപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ലീഡ് ചെയ്യാൻ നമുക്കൊരു സ്റ്റേജ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ WDEP മോഡൽ. ഈ WDEP എന്ന് പറയുന്ന ഓരോ ലെറ്ററും ഓരോ കാര്യങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ 4 സ്റ്റേജസിലെയും ഓരോ കാര്യങ്ങളെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് അതിനെയാണ് ഈ ഒരു മോഡലിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം വരുന്നത് W, വാണ്ട്സ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മൾ അവരെ എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. നിങ്ങളുടെ നീഡ് എന്താണ്? ആ അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക കൂടെ ചെയ്യാണ്. അപ്പോൾ അവരുടെ ഗോൾ എന്താണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവരുടെ ഡിസയേഴ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. വാട്ട് ഡു യു വാണ്ട്? പിന്നെ വരുന്നത് D ആണ്, ഡൂയിങ് ഓർ ഡയറക്ഷൻ. അപ്പോൾ അവരുടെ ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, മേ ബി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗോൾ എടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് JRF ക്രാക്ക്, അതാണ് നിങ്ങളുടെ ഗോൾ. അപ്പൊ ഡൂയിങ് ഓർ ഡയറക്ഷനിൽ അതിനു വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആ ഡയറക്ഷനിലാണോ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വാണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നില്ല, സ്ഥിരമായിട്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുറെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം, ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നുമല്ല നിങ്ങൾ ചെയ്യുന്നത്, ഫുൾ ഉഴപ്പാണ്. അപ്പൊ ഡൂയിങ് ഓർ ഡയറക്ഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ഗോളിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലാണോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് അനലൈസ് ചെയ്യുക. പിന്നെ വരുന്നത് ഇവാലുവേഷൻ. അപ്പൊ എന്താണ് ചെയ്യുന്നത് നോക്കി, നമ്മൾ പഠിക്കുന്നൊന്നുമില്ല, എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ ബിഹേവിയർ നമ്മുടെ ആ ഒരു ഗോളിനെ ഹെൽപ്പ് ചെയ്യുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവരെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അവിടെ ആണ് ഇവാലുവേഷൻ നടക്കുന്നത്. അപ്പൊ അവര് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, നടക്കില്ല, ഞാൻ കുറച്ചും കൂടെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ അവർ പറയും. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് പ്ലാനിങ് ആണ്. അപ്പൊ ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് എങ്ങനെ ആ ഗോളിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതായിരിക്കും 4ാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതൊരു അച്ചീവബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും കേട്ടോ. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ ഒരു 18 മണിക്കൂർ പഠിക്കും അങ്ങനെയുള്ള രീതിയൊന്നും ആയിരിക്കില്ല. വളരെ അച്ചീവബിൾ ആയിട്ടുള്ള സ്മോൾ സെറ്റ് ഓഫ് ഗോൾസ് ആയിരിക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക. അതായിരിക്കും പ്ലാൻ ചെയ്യുക. ഓക്കെ. അതാണ് ആ ഒരു മോഡൽ. ഇത് വുബോൾഡിംഗ് ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. WDEP മോഡൽ എന്നാണ് പറയാ. W എന്ന് പറയുന്നത് വാണ്ട്സ് ആണ്, D എന്ന് പറയുന്നത് ഡൂയിങ് ഓർ ഡയറക്ഷൻ ആണ്, E എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആണ്, P എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന്. ഇത് ഈ 4 സ്റ്റേജസ് തന്നിട്ട് അതിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള 3 തെറപ്പി ഫോംസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. SFBT പറഞ്ഞു നമ്മള്, പിന്നെ നമ്മൾ റിയാലിറ്റി തിയോറി തെറപ്പി പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞ ജസ്റ്റോൾട്ട് തിയോറിയും പറഞ്ഞു, ജസ്റ്റോൾട്ട് തെറപ്പിയും പറഞ്ഞു. ഓക്കെ.
അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 3 തിയോറീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞിട്ടുള്ള ഓരോ ആസ്പെക്റ്റും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സം കോസൽ ഫാക്ടേഴ്സ്. മാം പറഞ്ഞോളൂ. ഞാൻ മറ്റേ ചോദിച്ചിരുന്നത് എന്താന്ന് വെച്ചാലേ, മറ്റേ ഫ്രോയിഡിന്റെ ഒരു ഇൻട്രോജക്ഷൻ പറയുന്നില്ലേ ഫാലിക് സ്റ്റേജില്, അപ്പൊ ഇതും ഈ പറയുന്ന കോൺസെപ്റ്റ്സ് എല്ലാം, അതായത് ടെർമിനോളജി സെയിം അല്ലേ? അപ്പൊ എങ്ങനെയാ അത് ഇപ്പൊ ഡിഫറെന്റ് ഉള്ളൊരു ഐഡിയയിൽ തന്നെയാണോ മനസ്സിലാക്കുക നമ്മള്? അത് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള ചില ഡിഫറൻസസ് ഒക്കെ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇൻട്രോജക്ഷനും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഫ്രോയിഡും പറയുന്നത്. പ്രൊജക്ഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. Next question, some causal factors occurring relatively early in life may not show their effects for many years that may contribute to a predisposition to develop a disorder. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ എന്താണ് പറയുക? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുക. Some causal factors occurring relatively early in life but may not show their effects for many years. അപ്പൊ അതെന്തായിരിക്കും? ഓക്കെ, അപ്പോ മേ ബി ഒരു സ്കിസോഫ്രീനിയ വന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ അയാളുടെ മേ ബി അയാളുടെ പേരന്റിങ്ങും അല്ലെങ്കിൽ ഏർലി എൻവയൺമെന്റ് എന്നൊക്കെ പറയുന്നത് ഇത്തിരി മോശമായിട്ടുള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ പിന്നീട് അയാൾക്ക് ഈ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഇൻസിഡന്റ് ആണ് പ്രോക്സിമൽ റിസ്ക് ഫാക്ടർ ആവുന്നത്. കാരണം അത് ക്ലോസ് ആണ്. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, അടുത്താണെന്ന് അർത്ഥം. മറ്റേത് എന്തായിരുന്നു, കുറെ നാളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതുള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ അത് എന്തായിരുന്നു, ഡിസ്റ്റൽ ആണ് അല്ലെ? ഇവിടെ ക്ലിയർ ആയി പറയുന്നുണ്ട് ഏർലി ഇൻ ലൈഫ് ഉണ്ടായിരുന്നു, പക്ഷേ ഡിഡ്ന്റ് ഷോ ദെയർ ഇഫക്ട്സ് ഫോർ മെനി ഇയേഴ്സ്. ആ അത്രയും വർഷങ്ങളോളം ആ ഇഫക്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ മേ ബി ഒരു ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടായ സമയത്തായിരിക്കും ഈ ഒരു കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത്രയും നാളുകളായിട്ട് അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതിരുന്ന ആ ഒരു കാര്യം റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ അത് ഡിസ്റ്റൽ ആണ്. മനസ്സിലായോ? കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരും തെറ്റിക്കാണ്ട് ആൻസർ ചെയ്യണം. Reality therapy in counseling is based on principles of choice, emphasizes self-evaluation, focuses on the way we live and exist, views empowerment from a strength-based perspective, follows the stages of wants, direction, evaluation, and planning. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അല്ലെ? ഡൗട്ട് ഉണ്ടോ? ആരും പറഞ്ഞില്ല, ചോദിക്കുന്നത്. എന്താണ് ആൻസർ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ചോയ്സ് തിയറി ബേസ് ചെയ്തിട്ടുള്ള തെറപ്പി ഫോം ആണ് അല്ലെ? പിന്നെ സെൽഫ് ഇവാലുവേഷൻ ആണ് നമ്മൾ അവിടെ എംഫസൈസ് ചെയ്യുന്നത്. ആ ഒരു തേർഡ് സ്റ്റേജിൽ നടക്കുന്നതിന് എന്താണ്, അവരെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കല്ല, അവരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സെൽഫ് ഇവാലുവേഷൻ ആണ് നടക്കുന്നത്. പിന്നെ ഫോക്കസസ് ഓൺ ദ വേ വി ലീവ് ആൻഡ് എക്സിസ്റ്റ്, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. പിന്നെ എംപവർമെന്റ് ഫ്രം എ സ്ട്രെങ്ത് ബേസ്ഡ് പെർസ്പെക്റ്റീവ് ഒന്നും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ആ ഒരു 4 സ്റ്റേജസ് ഫോളോ ചെയ്യുന്നു അല്ലെ? വോൺസ്, ഡയറക്ഷൻ, ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ്. അപ്പൊ ഇവിടെ എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, ആൻഡ് ഇ കറക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു 9 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ സെഷനിലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഇന്ന് നോക്കിയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഇയറിൽ വന്നിട്ടുള്ളത്. ഇതിൽ റിയാലിറ്റി തെറപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ജെസ്റ്റോൾഡ് തെറപ്പി, അത് നമുക്ക് ഇനിയും വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ വരുന്ന മറ്റൊന്നാണ് ഡെവലപ്മെന്റൽ മോഡലും അഡ്വാൻസ്ഡ് എംപതി. അത് നമ്മൾ ഇതിന് മുൻപുള്ള 2 ഇയേഴ്സിൽ നോക്കിയ സമയത്ത് അവിടെയൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ള തിയറിയാണ്. ആരെങ്കിലും ആ സെഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക. അഡ്വാൻസ്ഡ് എംപതിയും ഡെവലപ്മെന്റൽ മോഡലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള എല്ലാം കുറച്ച് അത്ര വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പൊ അടുത്ത ഇയറിലേക്ക് മൂവ് ചെയ്യാം. 2024 ജൂണിലെ ഇത് ക്യാൻസൽഡ് എക്സാം ആണ്. ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. According to transactional analysis, the origin of statement of a teacher to the student, you ought to be more focused to get a higher rank. ഇത് എന്ത് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് അവിടെ ഉണ്ടാവുക? ഒരു ടീച്ചർ സ്റ്റുഡന്റിനോട് പറയുന്നതാണ്. വെരി ഗുഡ്, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ്? ഓക്കെ, ബി ആണ് ആൻസർ. അപ്പൊ എന്തുകൊണ്ടാ ഇവിടെ ടീച്ചർ ആ സ്റ്റുഡന്റിനോട് പറയുന്നത്, നീ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നിനക്ക് ഹയർ റാങ്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഉള്ളതിനേക്കാളും നിനക്ക് റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നീ കുറച്ചുകൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അത് അവിടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് അത് ക്രിട്ടിക്കൽ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതൊരു ക്രിട്ടിക്കൽ പേരന്റ് ട്രാൻസാക്ഷൻ ആണ് ഉണ്ടാകുന്നത്. കാരണം പേരന്റിൽ മാത്രമാണ് ക്രിട്ടിക്കൽ വരുന്നത്. അപ്പൊ അവിടെ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ഉപദേശമാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ക്രിട്ടിക്കൽ പേരന്റിങ് ആണ്. ഇനി നമുക്ക് ഇത് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവും. എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് നോക്കാം. അപ്പൊ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് എറിക് ബേൺ ആണ്. അദ്ദേഹം 1950s ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇതൊരു സൈക്കോ അനലിറ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക് ഫോം ഓഫ് തിയറി ആണ്. ഇവിടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിലേഷൻഷിപ്സും അത് തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻസുമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, എറിക് ബേൺ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 3 ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടെന്നാണ്. അതായത് ഒരാള് പേരന്റ്, വേറൊരാൾ അഡൽട്ട്, അങ്ങനെയല്ല. നമ്മളിൽ എല്ലാവരിലും 3 ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ എത്തുന്ന സമയത്ത് നമ്മൾ ചൈൽഡ് ആകുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് നമ്മൾ പേരന്റ് ആകുന്നുണ്ടാവും. ആവശ്യമുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ അഡൾട്ടും ആകുന്നുണ്ടാവും. അപ്പൊ ഈ 3 ഈഗോ സ്റ്റേറ്റും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇത് തമ്മിലുള്ള, അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾക്കും ഈ 3 ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ്, ആരിൽ നിന്നാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ 3 ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ ഉണ്ടാവുക, അവര് എന്താണോ അവരുടെ പാരന്റ് ഫിഗേഴ്സിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും. അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്ത്, അവിടെ പോയത് ഇവിടെ പോയത് എന്നുള്ള കുറെ താക്കീതുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ കാണുന്നുണ്ടാവുക. അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷന് അപ്പൊ ആവശ്യമായിട്ടുള്ളത് എന്താണോ. ഇപ്പൊ ഒരാള് സമയം ചോദിച്ചാൽ എത്ര മണിയായി എന്ന് ചോദിച്ചാൽ 9 മണി എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ആണ്. അല്ലെങ്കിൽ മറിച്ച് നീ എന്നോട് ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് വേറെ ഈഗോ സ്റ്റേറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണോ ഒരു പേരന്റ് ഫിഗർ പറയുന്നത് അതുപോലെ അനുസരിക്കുക. ആ ഒരു ചൈൽഡ്ഹുഡിന് ഇപ്പോഴും പുറത്തു വരാതെ അത് റീപ്ലേ ചെയ്യുന്ന ബിഹേവിയേഴ്സും തോട്ട്സും ആണ് അവിടെ കാണിക്കുന്നതെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണെന്നാണ് അർത്ഥം. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓരോ ഈഗോ സ്റ്റേറ്റിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്, അതാണ് നോക്കുന്നത്. അപ്പോൾ പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺഹെൽത്തി ആണ്, എല്ലാവരും അഡൾട്ട് ആവണം എന്നല്ല നമ്മൾ പറയുന്നത്. പേരന്റ് ഈഗോ സ്റ്റേറ്റ് തന്നെ ചില സമയത്ത് വളരെ നല്ലതാണ്. ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ചില സമയത്തെങ്കിലും ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ടാവും. നീ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ഉപദേശിക്കുന്നുണ്ടാവും. അതൊക്കെ നല്ലതാണ്. പക്ഷെ
ഒരു ക്രിട്ടിക്കൽ പേരന്റ് ആണ് എപ്പോഴുമെങ്കിൽ അത് അൺഹെൽത്തി ആണ്. ഇപ്പോഴും നീ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, വളരെയധികം ജഡ്ജ്മെന്റൽ ആയിട്ട് വളരെയധികം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യത്തിനെയും കാണുന്നതെങ്കിൽ അതാണ് മോശമായിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാവും ഈ ഒരു തെറപ്പിയിൽ. അപ്പൊ ക്രിട്ടിക്കൽ പേരന്റ് ആണത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു ഷുഡ് ഓൾവേസ് ബി ഓൺ ടൈം. അപ്പൊ അവിടെ കുട്ടിക്ക് ഒരു രീതിയിലും ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നില്ല. എപ്പോഴും സമയത്താവണം, എപ്പോഴും ഇങ്ങനെ ആവണം എന്നുള്ള കുറേ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെ വരുന്നത് നേർച്ചറിങ് പേരന്റ് ആണ്. നേർച്ചറിങ് പേരന്റ് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. ഇവിടെ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, വളരെ സപ്പോർട്ടിങ് ആയിട്ടുള്ള, അറ്റ് ദ സെയിം ടൈം വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റിനെയാണ് നമ്മൾ നേർച്ചറിങ് പേരന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇടയ്ക്ക് നീ ടയേർഡ് ആവുന്ന സമയത്ത് ബ്രേക്ക് എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പേരന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് നേർച്ചറിങ് പേരന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പേരന്റ് ആണെങ്കിൽ എന്ത് പറയും, നീ ബ്രേക്ക് ഒന്നും എടുക്കേണ്ട, പോയി പഠിക്കുക പറയും. പക്ഷെ നേഴ്സറിങ് പേരന്റ് ആയതുകൊണ്ട് ഇടയ്ക്ക് ടയേർഡ് ആവുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ ടു ടേക്ക് എ ബ്രേക്ക് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ഇത് രണ്ടും ആണ് പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ വരുന്ന രണ്ട് ടൈപ്പ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കല്. ക്രിട്ടിക്കൽ പേരന്റും നേർച്ചറിങ് പേരന്റും ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്സ് ആണ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്സിൽ നമുക്ക് 3 ടൈപ്പ് ആണുള്ളത്. അപ്പൊ അവരുടെ ഒരു അപ്പോഴത്തെ ഒരു ഫീലിംഗ്, എക്സൈറ്റ്മെന്റ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അത്തരത്തിലുള്ള റെസ്പോൺസസ് തരിക എന്നുള്ളത് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. നമ്മളും ആസ് അഡൾട്ട്സ് ആണെങ്കിലും നമ്മളും ചിലപ്പോഴെങ്കിലും ചില വ്യക്തികളുടെ അടുത്ത് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ നാച്ചുറൽ ചൈൽഡ് എന്ന് പറയുന്നത് വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള, വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, അതെന്താ ഇതെന്താ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആകുന്ന, ചെറിയ കാര്യങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് ആണ് നാച്ചുറൽ ചൈൽഡ് എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പൊ കളിക്കണം എന്ന് പറയുന്നത് അപ്പോൾ എന്താണോ തോന്നുന്നത് അത് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നത് അഡാപ്റ്റഡ് ചൈൽഡ് ആണ്. അപ്പോൾ ഈ അഡാപ്റ്റഡ് ചൈൽഡ് ഉണ്ടാവുന്നത് ഒരു ക്രിട്ടിക്കൽ പേരന്റിന്റെ ഒരു അണ്ടറിലായിരിക്കും അഡാപ്റ്റഡ് ചൈൽഡ് വരിക. അപ്പൊ അവിടെ ഇതർ ഭയങ്കരമായിട്ട് റെബല്യസ് ആയിരിക്കും, ഞാൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് റെബല്യസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ഐ ബെറ്റർ നോട്ട് സ്പീക്ക് അപ്പ് ഓർ ഐ ഗെറ്റ് ഇൻ ട്രബിൾ. ഞാനൊന്നും ഉണ്ടായിരിക്കാൻ നല്ലത്, കാരണം അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും എന്നുള്ള ഒരു തോട്ടാണ് അവിടെ ഉണ്ടാവുക. കാരണം അവിടെ ആ ഒരു ക്രിട്ടിക്കൽ പേരന്റ് ആയിരിക്കും ഈ കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. പിന്നെ വരുന്നത് ലിറ്റിൽ പ്രൊഫസർ ആണ്. ലിറ്റിൽ പ്രൊഫസർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഈഗോ സ്റ്റേറ്റ് ആണ്. ഭയങ്കര പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള, ഇഷ്ടമുള്ള ഒരു ഈഗോ സ്റ്റേറ്റിനെയാണ് ലിറ്റിൽ പ്രൊഫസർ എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നമുക്ക് 3 ടൈപ്സ് ആണുള്ളത്. നാച്ചുറൽ ചൈൽഡ് ഉണ്ട്, അഡാപ്റ്റഡ് ചൈൽഡ് ഉണ്ട്, ലിറ്റിൽ പ്രൊഫസർ ഉണ്ട്. നാച്ചുറൽ ചൈൽഡ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും നാച്ചുറൽ ഫോമിലാണുള്ളത്. പിന്നെ ആ ഒരു ക്രിട്ടിക്കൽ പേരന്റിങ്ങിന്റെ അപ്രോച്ച് വരുന്ന സമയത്താണ് അഡാപ്റ്റഡ് ചൈൽഡ് ആയിട്ട് മാറുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നത്. അതായത് ഇപ്പോ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളോട് സംസാരിക്കുന്ന സമയത്ത് അവര് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് എ ബിയോട് സംസാരിക്കുന്നത്, ആൻഡ് ബി ഏത് സ്റ്റേറ്റിൽ നിന്നാണ് എക്ക് റിപ്ലൈ കൊടുക്കുന്നത് എന്നുള്ളതാണ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ. അതായത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ അഡൾട്ട് ആയിട്ടാണ് സംസാരിക്കുന്നത്, എന്റെ അഡൾട്ട് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പുറത്തുള്ള ആളും ആ ഒരു അഡൾട്ട് ഈഗോ സ്റ്റേറ്റിൽ തന്നെ എനിക്ക് റിപ്ലൈ തരണം എന്നാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഈഗോ സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണ് എനിക്ക് റെസ്പോൺസ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പൊ ഞാനിപ്പോ പേരന്റ് ഈഗോ സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ അപ്പുറത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്തായിരിക്കും, ചൈൽഡ് ആയിരിക്കും. അപ്പൊ പേരന്റ് ടു ചൈൽഡ് ആയിരിക്കും, ആൻഡ് തിരിച്ചു വരുന്ന സമയത്ത് ആ ചൈൽഡ് ടു പേരന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ സെയിം ആവണം, പേരന്റ് ടു പേരന്റ് ആവണം, അഡൾട്ട് ടു അഡൾട്ട് ആവണം എന്നുള്ളതല്ല അവിടെ. എന്താണോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, പേരന്റ് ആണെങ്കിൽ എന്തായാലും ചൈൽഡ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക, ചൈൽഡ് ആണെങ്കിൽ പേരന്റിനെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റെസ്പോൺസ് തന്നെയാണോ, ആ ഈഗോ സ്റ്റേറ്റിൽ നിന്ന് തന്നെയാണോ എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ എന്ന് പറയാം. മനസ്സിലായോ? ഇനിയിപ്പോ ഞാനൊരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത് എങ്കിൽ അവിടെ എനിക്ക് ആ ഒരു പേരന്റിനെ ആയിരിക്കും ആവശ്യം, ഒരു പേരന്റിന്റെ റെസ്പോൺസ് ആയിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തി പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കോംപ്ലിമെന്ററി ആണ്. ഇനി അതല്ല ആ വ്യക്തി സംസാരിക്കുന്നത്
വേറൊരു യുവ സ്റ്റേറ്റിൽ നിന്നാണ്, ഞാൻ പേരന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ അയാൾ അവിടുന്ന് അഡൾട്ട് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതല്ല. അതിനെയാണ് നമ്മൾ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. മനസ്സിലായോ? അതല്ലെങ്കിൽ ഞാൻ അഡൾട്ട് ആയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആള് ചൈൽഡ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ അതും ക്രോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ പേരന്റ് ആണ് അയാളും പേരന്റ് ആവുന്നുണ്ടെങ്കിൽ അതും ക്രോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ ചൈൽഡ് ആണ് അയാൾ ചൈൽഡ് ആയിട്ടാണ് പറയുന്നെങ്കിൽ അതും ക്രോസ്ഡ് ആണ്. കാരണം അവിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റെസ്പോൺസ് അല്ല എനിക്ക് കിട്ടുന്നത്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഈഗോ സ്റ്റേറ്റിൽ നിന്നുള്ള റെസ്പോൺസ് അല്ല എനിക്ക് കിട്ടുന്നത്. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ വരുന്നത് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ. അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു 2 ലെവലിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മളൊരു പബ്ലിക് സ്പേസിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു അഡൾട്ട് ടു അഡൾട്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക സർഫസ് ലെവലിൽ. പക്ഷെ അതിന് അണ്ടർലൈങ് ആയിട്ട് വേറൊരു മീനിങ്ങും കൂടെ അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുക. ചിലപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഒരു ഇന്റിമസി ഉണ്ടാവും, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പൊ മേ ബി അണ്ടർലൈങ് ആയിട്ട് ഒരു പേരന്റ് ചൈൽഡ് ട്രാൻസാക്ഷൻ ആയിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. പക്ഷെ സർഫസ് ലെവലിൽ കാണാൻ പറ്റുന്ന ഒരു അഡൾട്ട് ട്രാൻസാക്ഷൻ ആയിരിക്കും. അങ്ങനെ ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള ഒരു അണ്ടർലൈങ് മീനിങ് ഉള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നതെങ്കിൽ അതിനെയാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ട്രാൻസാക്ഷൻസ് ആണുള്ളത്, ട്രാൻസാക്ഷൻ ടൈപ്സ് ആണുള്ളത്: കോംപ്ലിമെന്ററി, ക്രോസ്ഡ് ആൻഡ് അൾട്ടീരിയർ. മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? മാം ഈ ലാസ്റ്റ് പറഞ്ഞ അൾട്ടീരിയർ ഒന്നോട് പറയോ? ഓക്കെ, ഒന്നുകൂടെ പറയാമോ എന്ന് പറയുന്നത് നിന്നി പറയുന്നത് എല്ലാം ആണോ, 3 ട്രാൻസാക്ഷൻ ടൈപ്സ് ആണോ, അതോ അൾട്ടീരിയർ ആണോ? അപ്പൊ അൾട്ടീരിയർ എന്ന് അൾട്ടീരിയർ പറയുന്നത് മാത്രം മതി. അൾട്ടീരിയർ മാത്രം മതി. ഓക്കെ, അപ്പൊ അൾട്ടീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കടയിൽ പോകുന്ന സമയത്ത് നമ്മളൊരു സാധനം നോക്കുകയാണ്, ഇത്തിരി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അവിടെ ആ ഷോപ്പ് കീപ്പർ നമ്മളോട് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അയാൾ പറയാണ്, സാർ അത് നോക്കണ്ട അത് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറയുന്ന സമയത്ത് അതൊരു ആക്ച്വലി അതൊരു സർഫസ് ലെവലിൽ അതൊരു അഡൾട്ട് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. പക്ഷെ അവിടെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നുണ്ട്, ഒരു മോക്കറി വരുന്നുണ്ട്. അപ്പോൾ സർഫസ് ലെവലിൽ ഒരു മീനിങ്ങും അണ്ടർലൈങ് ആയിട്ട് വേറൊരു മീനിങ്ങും ആണ് അവിടെ ഉള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മേ ബി ആ ഒരു പാർട്ട്ണർ അവിടെ ഒരു പേരന്റ് ആയിട്ടും മറ്റേ പാർട്ട്ണർ അവിടെ ചൈൽഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പുറത്ത് വരുന്ന സമയത്ത് അതൊരു പബ്ലിക് സ്പേസിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അവർ തമ്മിലുള്ള സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡൾട്ട് ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷെ അണ്ടർലൈങ് ആയിട്ട് ആ പേരന്റ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി ഈ വ്യക്തിയെ കെയർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ആൻഡ് ആ ചൈൽഡ് ആയിരിക്കും അപ്പുറത്തൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സർഫസ് ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു അഡൾട്ട് കമ്മ്യൂണിക്കേഷൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. അതിനെയാണ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 3 ഈഗോ സ്റ്റേറ്റ്സ് ഉണ്ട്: പേരന്റ്, അഡൾട്ട് ആൻഡ് ചൈൽഡ്. അതിൽ തന്നെ പേരന്റിൽ 2 ടൈപ്സ് ആണുള്ളത്: ക്രിട്ടിക്കൽ പേരന്റ്, നോർച്ചറിംഗ് പേരന്റ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ 3 ആണുള്ളത്: നാച്ചുറൽ ചൈൽഡ്, അഡാപ്റ്റഡ് ചൈൽഡ് ആൻഡ് ലിറ്റിൽ പ്രൊഫസർ. അഡൾട്ടിൽ അങ്ങനെ സബ് ടൈപ്സ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് അത് പറയാത്തത്. പേരന്റിന് 2 ടൈപ്പും ചൈൽഡിൽ 3 ടൈപ്പും ആണുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് 3 ട്രാൻസാക്ഷൻ ടൈപ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ലൈഫ് പൊസിഷൻസ് ആണ്. അതായത് നമുക്ക് ലൈഫിനെ പറ്റിയുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവും, ഒരു വ്യൂ ഉണ്ടാവും. അതിനെയാണ് ലൈഫ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഐ എം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ളതാണ്. അതായത് ഞാനും ഓക്കെ ആണ് ആൻഡ് എന്റെ ചുറ്റുമുള്ള ആളുകളും ഓക്കെ ആണ് എന്നുള്ളതാണ്. അത് ബോത്ത് നമ്മൾ പോസിറ്റീവ് ആണ് അവരും പോസിറ്റീവ് ആണ് എന്നുള്ളൊരു അപ്രോച്ചാണ്. അതല്ല ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ് പക്ഷെ നിങ്ങൾ ആരും ഓക്കെ അല്ല, അതൊരു നാർസിസിസ്റ്റിക് ടെൻഡൻസി ആണ് വരുന്നത്. അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഇത്തിരി ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒന്നിനും കൊള്ളില്ല, ഭയങ്കര സെൽഫ് എസ്റ്റീം കുറവായിരിക്കും അവിടെ. എനിക്ക് ഓക്കെ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ പക്ഷെ എന്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഓക്കെ ആണ് എന്നുള്ളതാണ്. പിന്നെ വരുന്ന അഗൈൻ ഇതൊരു ഡിപ്രസീവ് ടെൻഡൻസി ആണ്. അതായത് ഈ ലോകവും നല്ലതല്ല ഞാനും നല്ലതല്ല എന്നുള്ളൊരു പൊസിഷൻ ആണ് ഐ എം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അപ്പോൾ ഈ 2, 3, 4 ലൈഫ് പൊസിഷനിലുള്ള ആളുകളെ ഒന്നാമത്തെ ലൈഫ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആണ് നമ്മുടെ തെറപ്പിയുടെ മറ്റൊരു എയിം.
അവരെ കൊണ്ട് ഐ എം ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള ഒരു ലൈഫ് പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ അല്ലെ ലൈഫ് പൊസിഷൻസ് എന്താന്ന്. പിന്നെ ഇതിൽ വരുന്ന 4 ടെക്നീക്സ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രക്ചറൽ അനാലിസിസ് ആണ്. അതായത് ഇപ്പൊ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഈഗോ സ്റ്റേറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ചില ആളുകൾ ഡോമിനന്റ് ആയിട്ട് എപ്പോഴും പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കും. അതായത് ആരെ കണ്ടു കഴിഞ്ഞാലും ഉപദേശിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ആയിരിക്കും. ചില ആളുകൾ വളരെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ആൾക്കാർ എന്താണോ പറയുന്നത്, ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എന്താണോ പറയുന്നത് അതെല്ലാം അനുസരിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവർ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആയിരിക്കും ഡോമിനന്റ് ആയി കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രക്ചറൽ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ്. അതായത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ റിലേഷൻഷിപ്സിൽ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻസ് പോകുന്നത് നോക്കും. അതായത് ചിലപ്പോൾ ഞാനൊരു ഒഫീഷ്യൽ സെറ്റിങ്ങിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കൊളീഗ്സിനോടെല്ലാം വളരെ ഒരു അഡൾട്ട് ടു അഡൾട്ട് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോൾ എൻ്റെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തായിരിക്കും അവിടെ ഞാനൊരു ചൈൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ കുറച്ച് ഡിപ്പെൻഡൻസി വരുന്നുണ്ടാവും, അവിടെ കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവും. ആളൊരു പാർട്ട്ണർ ഒരു ക്രിട്ടിക്കൽ പേരന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഞാനൊരു അഡാപ്റ്റഡ് ചൈൽഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ട് ടു അഡൾട്ട് കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ഏത് കമ്മ്യൂണിക്കേഷനിലാണ് ഇഷ്യൂ ഉള്ളത്, എവിടെയാണ് ഇന്ററാക്ഷൻ കറക്റ്റ് അല്ലാത്തത് എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഗെയിം അനാലിസിസ്. ഗെയിം അനാലിസിസ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് നമ്മളെല്ലാവരും ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്ത് നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ പോയാലും നമ്മുടെ റിലേഷൻഷിപ്സ് ആവട്ടെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് ആവട്ടെ, അതിലെല്ലാം ഒരു റിപ്പീറ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺ കാണാൻ പറ്റും. അതിനെയാണ് ഇദ്ദേഹം ഗെയിം എന്ന് പറയുന്നത്. ആ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുക. എവിടെ പോയാലും നമ്മൾ ഇത്തിരി ഡിപ്പെൻഡന്റ് ആയിരിക്കും, ഇത്തിരി ക്ലിങ്ങി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും. അങ്ങനെയുള്ള കുറെ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അത് ഐഡന്റിഫൈ ചെയ്യുക, അതിന് അതിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗെയിം അനാലിസിസിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്ക്രിപ്റ്റ് അനാലിസിസ് ആണ്. അപ്പൊ സ്ക്രിപ്റ്റ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ലൈഫ് സ്ക്രിപ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4 ലൈഫ് സ്ക്രിപ്റ്റ് ആണുള്ളത്. അപ്പോൾ ആ ലൈഫ് സ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടാവുക. ഞാൻ ഇങ്ങനെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ലൈഫിൽ തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു സ്ക്രിപ്റ്റ് ആവും. ഞാൻ ഒരുപാട് ആളുകളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല, വിഷമം വന്നാൽ കരയാൻ പാടില്ല, ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറെ പ്ലാൻ, നമ്മുടെ ലൈഫ് പ്ലാൻ ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കുക. ആൻഡ് അത് അഗൈൻ എങ്ങനെയാണ് അത് കറക്റ്റ് ആക്കാൻ പറ്റുക, എവിടെ നിന്നാണ് അത് ഇന്റേണലൈസ് ചെയ്തിട്ടുള്ളത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും സ്ക്രിപ്റ്റ് അനാലിസിസിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ട്രക്ചറൽ അനാലിസിസ് ഉണ്ട്, ട്രാൻസാക്ഷൻ അനാലിസിസ് ഉണ്ട്, ഗെയിം അനാലിസിസ് ഉണ്ട്, ആൻഡ് സ്ക്രിപ്റ്റ് അനാലിസിസ് ഉണ്ട്. ഇത്രയാണ് ട്രാൻസാക്ഷൻ അനാലിസിസിൽ പഠിക്കാൻ. ഇപ്പൊ നമ്മള് 3 ഈഗോ സ്റ്റേറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, ലൈഫ് സ്ക്രിപ്റ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, ആൻഡ് ദെൻ ടെക്നീക്സും നോക്കി. ക്ലിയർ ആണോ? ആൻഡ് ഓൾസോ 3 ട്രാൻസാക്ഷൻ ടൈപ്സും നോക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is correct about a balanced personality with reference to transaction analysis? ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഒരു ലോജിക്കിൽ ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ട്രൈ ചെയ്ത് നോക്കൂ. ഇതിലിപ്പോ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്, ആൻഡ് അതിൽ 2 എണ്ണമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ പേരന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അഡൾട്ട് ആണ് നമ്മൾ എപ്പോഴും ആവണം, അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ഈഗോ സ്റ്റേറ്റിൽ നിന്ന് അവരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു
ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അഡൾട്ട് ഈഗോ സ്റ്റേറ്റ് ആണ്. അപ്പൊ എപ്പോഴും ക്രിട്ടിക്കൽ പേരന്റിന്റെ സ്കോർ അഡൾട്ടിനേക്കാൾ കുറവായിരിക്കും. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. അപ്പൊ അത് കറക്റ്റ് ആണ്, എ കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് സ്കോർ ഓഫ് നേർച്ചറിങ് പേരന്റ് ഇസ് ഗ്രേറ്റർ ദാൻ സ്കോർ ഓഫ് ക്രിട്ടിക്കൽ പേരന്റ്. അതും കറക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നേർച്ചറിങ് പേരന്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ പ്രൊട്ടക്റ്റീവ് ആൻഡ് നേർച്ചറിങ് ആയിട്ടുള്ള ഒരു പേരന്റ് ഈഗോ സ്റ്റേറ്റ് ആണ്. പക്ഷെ ക്രിട്ടിക്കൽ പേരന്റ് അങ്ങനെയല്ല. അപ്പൊ അതും കറക്റ്റ് ആണ്, സെക്കൻഡ് കറക്റ്റ് ആണ്. സ്കോർ ഓഫ് നാച്ചുറൽ ചൈൽഡ് ഇസ് ഗ്രേറ്റർ ദാൻ സ്കോർ ഓഫ് അഡൾട്ട്. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നാച്ചുറൽ ചൈൽഡ് ഒരു ഹെൽത്തി ഫോം ആണ്, ഒരു ഈഗോ സ്റ്റേറ്റ് ഫോം ആണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അഡൾട്ടും. അപ്പൊ അത് രണ്ടും നമുക്ക് ഒരു കമ്പാരിസൺ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ വരുന്നത് സ്കോർ ഓഫ് അഡൾട്ട് ഇസ് ഈക്വൽ ടു സ്കോർ ഓഫ് നേർച്ചറിങ് പേരന്റ് പ്ലസ് നാച്ചുറൽ ചൈൽഡ്. അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലാണ് അഡൾട്ട് ആവുക എന്നുള്ള കൈൻഡ് ഓഫ് ഇതിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന, ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്രിട്ടിക്കൽ പേരന്റിന്റെ സ്കോർ എപ്പോഴും അഡൾട്ടിനേക്കാൾ കുറവായിരിക്കും. അതുപോലെ തന്നെ നേർച്ചറിങ് പേരന്റ് ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്രിട്ടിക്കൽ പേരന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആൻസർ? എ ആണ്. ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The acronym SOLAR consists of which of the following micro skills of counseling? ഇത് അഗൈൻ നമ്മൾ അന്ന് പഠിച്ചിട്ടുള്ളതാണ്. സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ അന്ന് എന്താണ് സോളോ മോഡൽ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. എസ് എന്ന് പറയുന്നത് എന്താ? സിറ്റിംഗ് സ്ക്വയർലി. ഒ എന്ന് പറയുന്നത് ഓപ്പൺ പോസ്ചർ ആണ്. എൽ എന്ന് പറയുന്നത് ലീനിങ് ഫോർവേഡ് ആണ്. ഇ എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. ആർ എന്ന് പറയുന്നത് ഒരു റിലാക്സ്ഡ് ഡിസ്പൊസിഷൻ ആണ്. അത്രയാണ് ഈ ഓരോ ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഏതായിരിക്കും ആൻസർ? ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു സാധനം അതിൽ വരുന്നില്ല. ഫേസിംഗ് ദ ക്ലൈന്റ് സ്ക്വയർലി ഉണ്ട്, അതുപോലെ തന്നെ ഐ കോണ്ടാക്ട് ഉണ്ട്. അത് ഫേസിംഗ് ദ ക്ലൈന്റ് സ്ക്വയർലി എന്ന് എക്സാക്ട്ലി അങ്ങനെയല്ല, സിറ്റിംഗ് സ്ക്വയർലി ഫേസിംഗ് ദ ക്ലൈന്റ് എന്നാണ്. അപ്പൊ അത് ഇത് തന്നെയാണ്. പിന്നെ വരുന്നത് ലേണിംഗ് ഫ്രം ദ നറേഷൻ റിലാക്സ് ഡിസ്പൊസിഷൻ. അങ്ങനെ ഒരു കാര്യം നറേഷൻ ലേൺ ചെയ്യുന്ന കാര്യം അവിടെ വരുന്നില്ല. പിന്നെ വരുന്നത് ഓപ്പൺ പോസ്ചറും ലീനിങ് ഫോർവേഡ്. യെസ്, ഡെഫിനറ്റ്ലി അതുണ്ട്. എയും ഉണ്ട്, അല്ല സോറി, ബിയും ഉണ്ട്, ഡിയും ഉണ്ട്. പിന്നെ വരുന്നത് സൊലീസ് ടു ദ ക്ലൈന്റ് ആൻഡ് റീസണിങ് വെൽ. റീസണിങ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പൊ എന്തായിരിക്കും? ബി ആൻഡ് ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ ബി ആണ് വരിക. ഇപ്പൊ കുറേ പേര് സി എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാ തെറ്റിയത് മനസ്സിലായോ? എസ് എന്ന് പറയുന്നത് സിറ്റിംഗ് സ്ക്വയർലി ആണ്. ഒ എന്ന് പറയുന്നത് ഓപ്പൺ പോസ്ചർ ആണ്. എൽ എന്ന് പറയുന്നത് ലീനിങ് ഫോർവേഡ് ആണ്. പിന്നെ ഐ കോണ്ടാക്ട് കൊടുക്കുക. ആൻഡ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടായിരിക്കണം ഇരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, കണ്ടിന്യൂസ് മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അതാണ് സോളർ മോഡൽ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, തെറ്റിപ്പോയവര് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വുബോൾഡിംഗ് ഡിസ്ക്രൈബ്ഡ് എ സിസ്റ്റം ടു പ്രൊനൗൺസ് ദ സ്റ്റേജസ് ഓഫ് റിയാലിറ്റി തെറപ്പി. അതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. അപ്പൊ അത് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് ആ മോഡലിന്റെ പേര് അറിഞ്ഞാൽ മതി, അല്ലെ? ഓക്കെ, കുറേ തെറ്റ് പല രീതിയിലുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇനി മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ. ഓക്കെ, എയും കൂടെ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ആരൊക്കെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, എന്താണ് നമ്മൾ ആ ഒരു മോഡൽ പറഞ്ഞേ? എന്താ അതിന്റെ പേര്? WDEP മോഡൽ അല്ലേ? അതായത് എന്താണ് എനിക്ക് വേണ്ടത്, വാണ്ട്സ് എന്താണ്, എന്റെ ഡയറക്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്റെ ഡൂയിങ് എന്താണ്, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ഞാൻ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ലാസ്റ്റിലെ നമ്മൾ പ്ലാൻ ചെയ്യുക അല്ലേ? യെസ്, WDEP. അപ്പൊ ആദ്യം A, പിന്നെ D, പിന്നെ C ആൻഡ് ഫൈനലി ആണ് B. ആ ഒരൊറ്റ കാര്യം, പ്ലാനിങ് ഏറ്റവും അവസാനം ഉണ്ടാവും എന്ന് അറിഞ്ഞാൽ മാത്രം മതി ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പ്ലാനിങ് ആണ് അവസാനം എന്ന് അറിയാത്തതുകൊണ്ടാണ് തെറ്റിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് അല്ലേ, നമ്മൾ അവസാനമാണ് പ്ലാൻ ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, മാറിപ്പോവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് കൗൺസിലിംഗ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ. ഇത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്, തെറ്റിക്കാതെ ആൻസർ ചെയ്യണം. ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് കൗൺസിലിംഗ് ആരാ പ്രപ്പോസ് ചെയ്തേ? ഓക്കെ, തെറ്റിക്കണ്ടോ ആരെങ്കിലും? നോക്കട്ടെ. യെസ്, ആരാണ്? ജെറോൾഡ് ഈഗൻ ആണ് അല്ലെ? ജെറോൾഡ് ഈഗന്റെ ഡെവലപ്മെന്റൽ മോഡൽ ഓഫ് കൗൺസിലിംഗ് എന്താണ്, അതിനുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ്. വീണ്ടും ഈഗന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് അപ്രോച്ചസ് ഇൻ അഡ്വാൻസ്ഡ് എംപതി ഇൻ ഈഗൻസ് മോഡൽ ഓഫ് കൗൺസിലിംഗ്? രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്താലും ആൻസർ കിട്ടും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഡ്വാൻസ്ഡ് എംപതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നെ? തീംസ് ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അവർ പറയുന്ന പല ഇൻസിഡൻസ് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ കണക്ട് ചെയ്യുക. ഐലൻഡ്സ് ആയിരിക്കും ഓരോ ഇൻസിഡന്റും, പക്ഷെ അതിനെ കണക്ട് ചെയ്യുക. പിന്നെ എന്താ? മേക്കിംഗ് ദ ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ്. അതായത് അവർ പറയാതെ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക, എക്സ്പ്ലിസിറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മൂന്നുമാണ്. അതിലിപ്പോ രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്, ഐഡന്റിഫൈങ് തീംസും connecting ideas. Option A and B. Okay. Next question. REBT, DBT, existential psychotherapy, trans-theoretical psychotherapy. ഇതൊക്കെ ഓരോന്നും കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടൈപ്പ് ആയിട്ട് നോക്കാം. ഈ പറയുന്ന ഓരോ അല്ല, ട്രാൻസ്പേഴ്സണൽ അല്ല. ട്രാൻസ് തിയോററ്റിക്കൽ എന്ന് പറയുന്നത് ചേഞ്ചസ് പ്രപ്പോസ് ചെയ്യുന്ന തിയറിയാണ്, അത് നമ്മൾ നോക്കും കേട്ടോ. മതിയായോ? നിർത്തണമെങ്കിൽ നിർത്താം. ഇപ്പൊ നമ്മൾ കുറെ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തു, ഇനിയിപ്പോ നമ്മൾ DBT ഡിസ്കസ് ചെയ്യും. ട്രാൻസ് തിയോററ്റിക്കൽ മോഡൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ അല്ല, വേറെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യനും കൂടെ ഉള്ള ആക്ച്വലി ഈ ഇയറിൽ, അതുകൂടെ തീർക്കാം അല്ലെ? ഓക്കെ, അപ്പൊ DBT എന്ന് പറയുന്ന ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മാഷ M. ലിൻഹൻ ആണ്. ലേറ്റ് 1980s ഇത് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഇത് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ സോൾ ഗോൾ എന്ന് പറയുന്നത് BPD, അതായത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ ക്രോണിക് ആയിട്ടുള്ള ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാവും. അതിന് അത്തരത്തിലുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് DBT കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ അത് മറ്റ് പല കണ്ടീഷൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. ഈറ്റിംഗ് ഡിസോർഡർ, ആൻസൈറ്റി, ഡിപ്രഷൻ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്, അങ്ങനെ കുറെ PTSD ഇതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കറന്റ്ലി DBT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാ എന്നുള്ളതാണ്.
അപ്പൊ ഇപ്പൊ ആ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവരുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അവരെന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു PTSD ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് അവർക്ക് ഇനി എന്താണോ ആയിത്തീരേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഓക്കെ ആവേണ്ടത് അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ആ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യിക്കുക. അതായത് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അപ്പൊ അതിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതാണ് എന്റെ റിയാലിറ്റി, അത് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം അവരിൽ എങ്ങനെ ചേഞ്ച് കൊണ്ടുവരാം, എന്തിലേക്കാണോ അവർക്ക് വർക്ക് ചെയ്യേണ്ടത് അതിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അവരുടെ ബിഹേവിയർ മാറ്റാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്ന രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അവരെന്തിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് അതും അവരുടെ കറന്റ് സ്റ്റേറ്റ് തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനെ ഇഗ്നോർ ചെയ്തിട്ടല്ല നമ്മൾ ആ ഗോളിലേക്ക് മൂവ് ചെയ്യുന്നത്. ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ അവരുടെ ആ ഒരു ഗോളിലേക്ക് വർക്ക് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്സെപ്റ്റൻസ് ആണ് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ആൻഡ് അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് മാർഷൽ ലെനിൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഇയറിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ അഗൈൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റൽ മോഡൽ ഉണ്ട്, റിയാലിറ്റി തെറപ്പി ഉണ്ട്, അഡ്വാൻസ്ഡ് എംപതി ഉണ്ട്, സോളർ ഉണ്ട്. ഇതെല്ലാം സെയിം കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അഡ്വാൻസ്ഡ് എംപതിയും സോളറും ഡെവലപ്മെന്റൽ മോഡലും എല്ലാം സെയിം ഇതിന്നാ വരുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ തിയറി ഇതുവരെ നോക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിക്കുക. അത് റിപ്പീറ്റഡ് ആയിട്ട് പല ആസ്പെക്ട്സ് വരുന്നുണ്ട് എക്സാം. ഓക്കെ, വിത്ത് ദാറ്റ് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം. നാളെ നമുക്ക് 2023 ഡിസംബറിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം? ഇല്ലല്ലോ, ഓക്കെ അല്ലേ? മാം, ആ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒന്ന് ആ സ്ലൈഡ് ഒന്ന് കാണിക്കുക. ഇതല്ലേ സൊല്യൂഷൻ അല്ലേ ചോദിച്ചത്? ഓക്കെ മാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ ജോയിനിങ്. നാളെ നമ്മൾ സെയിം ഇതേ ടൈമിൽ 9 to 10 സെഷൻ ഉണ്ടാവും കേട്ടോ. താങ്ക് യു, ഗുഡ് നൈറ്റ്.